കണ്ടില്ലേ, ഇതാണ് റൂബി. ആളത്ര ചില്ലറക്കാരിയൊന്നുമല്ല. MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എല്ലാ സേവനങ്ങളെക്കുറിച്ചും നിങ്ങളോട് റൂബി പറയും. രോഗവിവരങ്ങൾ അടയാളപ്പെടുത്തി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകും. പുത്തൻ കാലത്തെ സാങ്കേതിക വിദ്യകൾക്കൊപ്പം സഞ്ചരിക്കുന്ന റൂബി എന്ന നേഴ്സ് എഡ്യൂക്കേറ്റർ ഏതൊരാശുപത്രിക്കും മുതൽക്കൂട്ടാവും. MES മെഡിക്കൽ കോളേജ് ഡയറക്ടർ PA ഫസൽ ഗഫൂർ സാറിൻ്റെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹമീദ് ഫസാറിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനൊരു ഡിസ്കഷൻ വരികയും നമ്മളിങ്ങനൊരു കൺസെപ്റ്റിലേക്ക് എത്തുകയും ചെയ്തത്. കാരണം ക്ലിനിക്കലി ഒരുപാട് റോബോട്ട്സിനെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ നോൺ ക്ലിനിക്കലും അതുപോലെ തന്നെ കൗൺസിലിംഗ് പർപ്പസും നേഴ്സിംഗ് എഡ്യൂക്കേഷൻ പർപ്പസിനും എന്തുകൊണ്ടൊരു റോബോട്ടിനെ നമുക്ക് ട്രൈ ചെയ്തുടന്ന കണ്ടെത്തലിലാണ് റൂബി ഉടലെടുക്കുന്നത്. MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സേവനങ്ങൾ റൂബിയിലൂടെ കൂടുതൽ ജനകീയമാവുകയാണ്. റൂബി എന്ന റോബോട്ടിക് നേഴ്സുമായി ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ റൂബി നൽകും. പ്രായമായ ആളുകളോട് റൂബിയുടെ കരുതൽ ഒരല്പം കൂടുതലുമാണ്. ഇപ്പോൾ നമ്മുടെ ഇനി വരും കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ, അതായത് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ കൂടുതൽ അപ്ഗ്രേഡേഷനും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അതിൽ പേഷ്യൻ്റ് മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ള ഏജ്ഡ് ആൾക്കാരെ മോണിറ്റർ ചെയ്യാനുള്ള സെറ്റപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. ലാക്ടേഷൻ കൗൺസിലിംഗ്, പേഷ്യൻ്റ് മോണിറ്ററിംഗ്, വൈറ്റൽസ് ചെക്കിംഗ്, ആർട്ടിഫിഷ്യൽ റോബോട്ടിക് ക്ലിനിക് തുടങ്ങി നിരവധി മേഖലകളിൽ ഈ റോബോട്ടിക് നേഴ്സ് പ്രാപ്തയാണ്. ഈ വർഷത്തെ കേരള ഹെൽത്ത് ടൂറിസം എക്സ്പോയിൽ റൂബി എന്ന ഈ സുന്ദരി റോബോട്ടിക് നേഴ്സാണ് ശ്രദ്ധ പിടിച്ചുപറ്റിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഇതിനെക്കുറിച്ച് രാഗിൻ തന്നെയാണ് നമ്മളോട് പറയുന്നത്. രാഗിൻ, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ മിക്കവാറും എല്ലാ രംഗത്തും ഈ AI സാങ്കേതിക വിദ്യ, റോബോട്ടിക് സംവിധാനം ഇതെല്ലാം തന്നെ കടന്നു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ എന്താണ് പ്രശ്നമല്ലേ? രോഗികളെ സഹായിക്കാൻ പറ്റും, കാര്യങ്ങളൊക്കെ ഈസിയായി പോവുകയും ചെയ്യും. തീർച്ചയായും ഈ കാലം മാറുന്നതനുസരിച്ച് അതോടൊപ്പം തന്നെ ഈ സാങ്കേതിക വിദ്യയും വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതീകമാണ് റൂബി. റൂബി ആയിരുന്നു ആ എക്സ്പോയിലെ ഒരു താരമെന്നൊക്കെ നമുക്ക് പറയാം. ഈ അടുത്തിടെ കുറച്ച് നാൾ മുൻപ് ബംഗളൂരുവിൽ ആശ എന്ന് പറയുന്ന ഒരു റോബോട്ടിക് നേഴ്സ് അത് താരമായിരുന്നു. അതോടൊപ്പം തന്നെ മോക്സി എന്ന് പറയുന്ന റോബോട്ടിക് നേഴ്സിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിരുന്നു. ഇപ്പോൾ ഇത് റൂബിയാണ്. റൂബി ഇത്തരത്തിൽ വളരെ ജനകീയമായൊരു പ്രോഗ്രാമിംഗ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നു എന്നത് വേണം വ്യക്തമാകാൻ. അവിടെ MES മെഡിക്കൽ കോളേജിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ഈ റൂബിയുടെ സേവനം കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ എക്സ്പോയിലൊക്കെ തന്നെ ഏവരും കൂടുതൽ പേർ അവിടെ എത്തി കാണുകയും അതോടൊപ്പം തന്നെ ഈ ഒരു കാഴ്ച കാണുകയും അതോടൊപ്പം ആ ഒരു സേവനം മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഏവരും. അത്തരത്തിൽ കാലം പോകുന്നതനുസരിച്ച് ഇനിയും എന്തൊക്കെ മാറ്റങ്ങൾ കാണാൻ കിടക്കുന്നു എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇത് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള AI സാങ്കേതിക വിദ്യ. തീർച്ചയായിട്ടും രാഗിൻ, എന്തായാലും ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ, ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കേണ്ടത്. എന്തായാലും MES മെഡിക്കൽ കോളേജിലെ രോഗികളൊക്കെ സഹായിക്കാനായിട്ട് റൂബി അവിടെ തയ്യാറായിട്ട് നിൽപ്പുണ്ടായിരിക്കും.